എന്താ ഇത്? ഈ കോഴി കാല് മടക്കുന്നില്ല പ്രസാദേട്ടാ. ചത്ത കോഴികൾ കൈയും കാലും മടക്കില്ല. അത് വെട്ടി നോക്കി വേണം വെക്കാൻ. അവരുടെ തൊലി കളഞ്ഞിട്ട് ഒന്നുമില്ല, എന്തോ എന്തോ കണ്ടു മറന്നതുപോലെ. കണ്ടു മറന്നോ? എന്ത്? ഒന്നുമില്ല. സാരമില്ല, ചിക്കൻ ഞാൻ ശരിയാക്കിക്കോളാം. ഐസ്ക്രീം. എന്തു? എന്താ? ഒന്നുമില്ല, എന്തോ എന്തോ ഓർത്തതുപോലെ. ഐസ്ക്രീം. പ്രസാദ്, എന്തായാലും നീ ഭാഗ്യമുള്ളവരാണ്. പാചകത്തിലുള്ള ഭാര്യയുടെ കൈപുണ്യമാണ് ഭർത്താവിന്റെ ഭാഗ്യം. കണ്ടോ കണ്ടോ ചിരി കണ്ടോ? മോറിസ് മൈനർ ചിരിക്കുന്ന പോലെ. മോറിസ് മൈനറെ മോളെ കം 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 തലത്തെ തലത്തെ. നീ ഇന്ദുവിന്റെ തല വെട്ടിട്ട് ഇങ്ങേരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്ക്. ആഗ്രഹം തീരുന്ന ഒരു അനുഗ്രഹം കൊടുക്കട്ടെ, എന്നിട്ട് നാളെ മരുന്ന് കൊണ്ടുവരട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നല്ലേ ഇത് 26ാമത്തെ പ്രാവശ്യം ഇയാളെ അനുഗ്രഹിക്കണം. കൂടെ കൂടെ അനുഗ്രഹിക്കുക ഇയാളെ പോപ്പോ. നീ പൊടക്കൊപ്പേ, എന്റെ മക്കളെ ഞാൻ ഇഷ്ടമായി അനുഗ്രഹിക്കും. അത് വേണ്ട പുല്ലേന്നാ? ആ പുല്ലാണടാ. ഡോക്ടർ മത്താച്ചിന് മുമ്പിൽ നീ വെറും പുല്ലാണടാ. പുല്ല്. താൻ ഏത് കോണ്ടാക്റ്റിലെ ഡോക്ടറോടോ? എന്റെ മത്തായിച്ച ഇങ്ങനെ നടത്തി കൂവല്ലേ, എന്റെ മോൾ ഉണരും. നിന്റെ മോളെ കൂവി ഉണർത്താൻ ഞാനെന്താ തെണ്ടി പൂവൻ പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളൂടി പാർട്ടി നടത്തണ്ടാന്ന്. ആരുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തത്? എന്താ 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 യു വാട്ട് യു വാണ്ട്? എന്താ വേണ്ടേ?
അയ്യോ വെള്ളമടി പാർട്ടിയാണ് നടക്കുന്നത്. കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ. വി ആർ ലക്കി. നക്കിയല്ല തെണ്ടി ലക്കി. ഫോളോ മീ. ഞാൻ നിന്നടാ എല്ലാം കഴിയടാ പട്ടി. പാതിരാത്രിയായാലും യുവമാർക്ക് ഉറക്കമില്ല. സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് വെച്ചാണ് ഭാര്യയും മക്കളെയും ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ഈ വീടെടുത്തത്. അതിനെ യുവന്മാര് സമ്മതിക്കില്ലേ? അവനെയൊക്കെ നമ്മളിവിടെ ഉണ്ടെന്ന് ഇയാളെങ്ങനെ അവന് ഇയാളെങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഒരു വഴിയുണ്ട്. എന്റെ കപിൽ ദേവ, അങ്ങ് മാറിക്ക പറഞ്ഞില്ലേ? വെളുക്കാൻ തയ്ച്ചത് പാണ്ടായല്ലോ. അയ്യോ ഇത് പാണ്ടല്ല മോനെ, വസൂരി വന്നതിന്റെ പാടാ. കൊല്ലടാ. രണ്ടിലൊന്നും അറിയാതെ ഡോക്ടർ മത്തായിച്ചിന് ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. കൊല്ലടാ. അടങ്ങില്ല, അറിയൂല. അടങ്ങില്ല. തീയ തന്നെ അടക്കി ശവപ്പെട്ടിയിലാക്കി ആണ്ടാക്കി തന്നെ തറച്ചില്ലെങ്കിൽ എന്റെ പേര് എന്താ ബാത്റൂം പോണോ? ഇതുവരെ പോയിട്ട് വെള്ളം എടുത്തു. നിക്ക് പോണോ? അയ്യോ ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ തൊട്ട് പോയല്ലോ. കുഴി പോവും. സൂക്ഷിച്ച് 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 മറമാണ്. അവൾ ബാത്റൂമിനകത്തുണ്ട്. മതി. അല്പം കൂടിയാലും എന്റെ ഉന്നം തെറ്റില്ല. ഫോളോ മീ. ഓക്കെ. എവിടെയാ മോളെ ബാത്റൂം? അവിടെയാ. എടാ അയാൾ നല്ല വെയിലാണ്. എങ്ങനെയും കൊണ്ട് വീട്ടിലാക്കാൻ നോക്ക്. കൊറേ അകത്തേക്ക് കയറ്റല്ലേ, പകുതി ആശ്വാസം അമ്മ അയാൾ താനെ വന്നോളും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല കൊണ്ടുവിടാൻ. വേണമെങ്കിൽ അയാൾ തന്നെ പൊക്കോളും. ഇന്ദു പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ 2 ബോംബ് മിസൈൽ നിന്നെ ജീവനോട് കിട്ടിയല്ലോ. നീ പോയി സാധനം വിളിച്ചിട്ട് വാ. അല്ലേ? വെൽ ഡൺ വാസു, വെൽ ഡൺ. വെരി ഗുഡ്. സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ വെറും സില്ലിയാണ് സാർ. ബയനറ്റോളം പോകുന്നൊരു ചോട്ട ചോക്രി. മിലിറ്ററിയിൽ ഇതിന് ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ് എന്ന് പറയും. ഡെറാഡൂണിലായിരുന്ന കാലത്ത് ഞാനൊരു ഉഗ്രൻ കിഡ്നാപ്പിംഗ് നടത്തി. 1978 എന്റെ ഓർമ്മ. 150 കിലോഗ്രാം തൂക്കമുള്ള 2 പാകിസ്ഥാനികളെയായിരുന്നു ലക്ഷ്യം. പക്ഷെ കയ്യിൽ കിട്ടിയത് 2 ചൈനക്കാരെ. അങ്ങനെയാണ് ഞാൻ കേണൽ വാസുവായത്. പക്ഷെ ബ്ലാങ്കറ്റ് കൊണ്ടല്ല, വെറും ഫയർഫോളിംഗ് കൊണ്ട്. ആരോടോ ഇയാള്? എന്റെ കർത്താവ്, ഇത് എന്തൊരു അത്ഭുതം! പാമ്പ് കളിക്കാരുടെ മേജിക്ക് പോലെ. ഇത് നമ്മുടെ ഡോക്ടറല്ലേ? ഇയാളെങ്ങനെ ഇതിനകത്ത്? ഏത് ഡോക്ടറാണോ? വർക്ക്ഷോപ്പിലെ ഡോക്ടർ. വർക്ക്ഷോപ്പിൽ ഡോക്ടറോ? അതെ. ഇതാണോടോ ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുളമാക്കരുതെന്ന്. ഇവിടെ ഒരാളെ കൊല്ലാനോ കൊള്ളില്ല, എന്നാ ജീവനോടെ പിടിച്ചോണ്ടോ പറഞ്ഞാൽ അതിനും കൊള്ളത്തില്ല. സാർ, ഞങ്ങൾ മൂടിപ്പിടിച്ചതും കടത്തിക്കൊണ്ടുവന്ന നന്ദിനെ തന്നെയായിരുന്നു, ഇല്ലടാ? അതെ. എടോ പിന്നെ എങ്ങനെ നന്ദിനി ഡോക്ടറായി? അതാണ് എനിക്കും പിടികിട്ടാത്തത്. മൊത്തം കൺഫ്യൂഷൻ ഇല്ലേ സാർ? എടോ താര എവിടുത്തെ കേണലാടോ? മിലിറ്ററിയിലെയോ അതോ ലാറ്ററിലെയോ? എന്റെ റാങ്കിനെ ചോദ്യം ചെയ്തു സാർ. റാങ്ക് ഏടോ ബോധം തന്നെ ഇയാള് നമ്മളെ തിരിച്ചറിഞ്ഞു എവിടെയെങ്കിലും കൊണ്ട് കയടോ. കരിനീല കണ്ണുള്ള പെണ്ണേ. ആ എന്നിട്ട് പറയൂ. ആ പ്രസാദും ഫ്രണ്ടും കൂടി എന്റെ ഹാൻഡ് ഒടിച്ച് നട്ടും ബോൾട്ട് ഇളക്കി ഈ ഡോക്ടർ പേഷ്യന്റ് ആക്കി സാർ. ഓഹോ, എന്താ കാര്യം? സാറിന് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി തരാമെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി ബ്രാൻഡിയും ബിരിയാണിയും ഒക്കെ തന്ന് എന്നെ ബോധം കെടുത്തി
പുതപ്പ് കെട്ടി കൊക്കെ തള്ളി സാർ. എന്നിട്ടും ചത്തില്ലല്ലോ. ഇല്ലേ? എനിക്ക് വീട് തന്നതിന് അവന്മാർക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ആ, കൊറേ ദിവസമായി വലിയൊരു വീട്ടിലെ പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യമായിട്ട് അവിടെ താമസിപ്പിച്ചിരിക്ക. ആ സാർ അവിടെ താമസിക്കുമ്പോ അബദ്ധത്തിലെങ്ങാനും അവളെ കണ്ടാലോ? ഓഹോ, കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, വെള്ളത്തിന്റെ പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയാ, സ്വീറ്റ് വണ്ടി. ഇതാണോ പെൺകുട്ടി? ഓ ആ ഇതന്നെ. എടാ ഭയങ്കരന്മാരെ, എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത്രയും നാൾ ഇവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? സാറിന്റെ ഭാര്യയാണോ? അവന്മാരിപ്പോ എവിടെ ഉണ്ട്? അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല സാർ. ആ, ഡോണ്ട് വറി. അവന്മാർ എവിടെ ഉണ്ടെങ്കിലും ഈ ബെഞ്ചമിൻ കണ്ടുപിടിക്കും. ഓക്കെ സാർ. രാജേന്ദ്രൻ ഹിയർ. 5 ലക്ഷത്തിന്റെ കറൻസി എടുത്ത് പൊടി തട്ടി റെഡിയാക്കി വെച്ചേരെ. നന്ദിനി അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും. ആരാ? പറഞ്ഞു തരാവതി. മമ്മി, Oh!